വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും നന്മയും വളർത്തുന്നതിനായി മലയാള മനോരമ ആരംഭിച്ച പദ്ധതിയാണ് നല്ല പാഠം. ജീവകാരുണ്യ പ്രവർത്തനം, പരിസ്ഥിതി സംരക്ഷണം, കൃഷി, വായന, ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും കണ്ടെത്തി പുരസ്കാരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കലാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നലപാഠം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കാൻ പോകുന്നത്. പ്രാർത്ഥനാഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കാം. പ്രാർത്ഥനാഗാനം ആരംഭിച്ച സ്കൂൾ ഗായക സംഘത്തിന് നന്ദി. അടുത്തതായി നലപാഠം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ്. അതിനായി മുഖ്യ അതിഥിയായി നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയയായ എഴുത്തുകാരിയും കവയത്രിയും ചിത്രകാരിയുമായ ശ്രീമതി അനിത വർമ്മയാണ്. പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ശുഭപ്രതീക്ഷകളോടെ നോക്കിക്കാണുന്ന കവിതകളാണ് അനിത വർമ്മയുടേത്. ലളിതമായ ഭാഷയിലൂടെ വായനക്കാരുടെ മനസ്സിൽ സ്പർശിക്കുന്നവയാണ് അവ. മയിൽപ്പീലിയും വളപ്പൊട്ടുകളും എന്ന കവിതാ സമാഹാരം പ്രധാന കൃതിയാണ്. കൂടാതെ മലയാളത്തിലെ പല മികച്ച കവിതകളും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കവിതകൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ജാപ്പനീസ് കവിതാരൂപമായ ഹൈക്കു കവിതകൾ ഇംഗ്ലീഷിൽ എഴുതുന്നതിലും അവർ സജീവമാണ്. നലപാഠം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീമതി അനിത വർമ്മയെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീ ജീസൺ സണ്ണി സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Good afternoon. ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ശ്രീമതി അനിത വർമ്മ, മലയാള മനോരമ നല്ല പാഠം ടീമിലെ ശ്രീ രതീഷ് രാജൻ, ആദരണീയനായ അഡ്മിനിസ്ട്രേറ്റർ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ, പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. മലയാള മനോരമയുടെ അഭിമാന പദ്ധതിയായ നല്ല പാഠം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത, പരിസ്ഥിതി ബോധവും മാനവിക മൂല്യങ്ങളും വളർത്തിയെടുക്കുക എന്ന നല്ല ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ് നല്ല പാഠം. ഇതൊരു സാധാരണ പരിപാടിയല്ല, മറിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. സഹാനുഭൂതി, നേതൃത്വം, സേവന മനോഭാവം തുടങ്ങിയ മഹത്തായ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ പദ്ധതി വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. ഹരിതം സ്നേഹഭരിതം എന്നതാണ് ഈ വർഷത്തെ നല്ല പാഠം പദ്ധതിയുടെ പ്രമേയമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ സുന്ദരമായ ചടങ്ങിൽ നമ്മുടെ മുഖ്യാതിഥിയായി സന്നിധിയായിരിക്കുന്ന ശ്രീമതി അനിത വർമ്മയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കലാ സാംസ്കാരിക രംഗത്തും സാമൂഹിക പ്രവർത്തന മേഖലയിലും അവർ നൽകിയിട്ടുള്ള വിലമതിക്കാനാവാത്ത സംഭാവനകൾ ഏവർക്കും പ്രചോദനമാണ്. സമൂഹത്തിന് വേണ്ടിയുള്ള അവരുടെ അർപ്പണബോധവും പ്രതിബദ്ധതയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാതൃകയായിട്ട് എന്ന് ഞാൻ ഇത്തരത്തിൽ അനുസ്മരിക്കുന്നു. നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനിത ടീച്ചറെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാള മനോരമ നല്ല പാഠം ടീമിലെ ശ്രീ രതീഷിനെയും രാജനെയും അവരുടെ സംഘത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിൽ നല്ല പാഠം പദ്ധതി വഹിച്ച പങ്ക് അതുല്യമാണ്. പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ ബോധവൽക്കരണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികളെ സജീവമായി പങ്കെടുപ്പിക്കുന്നതിൽ നിങ്ങൾ നൽകിയ മാർഗനിർദ്ദേശങ്ങളേറെ പ്രശംസനീയമാണ്. ഈ മഹത്തായ പദ്ധതി നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചതിന് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ. ഒപ്പം ആദരണീയായ മറ്റു വ്യക്തികളെ, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റർ ജോൺസൺ സാറിനെയും വൈസ് പ്രിൻസിപ്പൽ വിൽഫി മാമിനെയും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അധ്യാപകരെയും അനധ്യാപകർ, പ്രിയ വിദ്യാർത്ഥികൾ എന്നിവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അവസരത്തിൽ അക്കാദമിക് മികവിനോടൊപ്പം മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും ഉള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള നമ്മുടെ കൂട്ടായ ദൗത്യത്തിൻ്റെ പ്രതിഫലമാണ് നമ്മുടെ സാന്നിധ്യം. ഈ അധ്യയന വർഷത്തെ നല്ല പാഠം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ മഹത്തായ ആശയങ്ങൾ ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും ഏറ്റെടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സമൂഹത്തിന് നന്മ ചെയ്യാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും മനുഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനും ഈ പദ്ധതി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ വിശിഷ്ടാതിഥികളെയും സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. എല്ലാവർക്കും മനോഹരമായ ദിനം ആശംസിക്കുന്നു. നന്ദി സാർ. പ്രിൻസിപ്പൽ ശ്രീ ജീസൺ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ലൈബ്രറി സമ്പുഷ്ടീകരണത്തിനായി നമ്മുടെ ലൈബ്രറിയിലേക്ക് സ്വന്തം പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്നതിനായി ശ്രീമതി അനിത വർമ്മയെ വിനയ പുരസ്സരം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി പ്രിൻസിപ്പൽ ശ്രീ ജീസൺ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീമതി അനിത വർമ്മയെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ നല്ല പാഠത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകളിവിടെ എത്തിയിട്ടുണ്ട്. രതീഷ് സാർ എത്തിയിട്ടുണ്ട്, രാജൻ സാറ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട
പ്രിൻസിപ്പാൾ ജേസൺ സാറ്, വൈസ് പ്രിൻസിപ്പാൾ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ വായനാചരണം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ, അല്ലേ? അപ്പോൾ ആരുടെ ഓർമ്മയ്ക്കാണ് നമ്മൾ വായനാദിനം ആചരിക്കുന്നത്? PN പണിക്കർ സാറിൻ്റെ, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനാണ്. അപ്പം നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് ഒരു ലഹരിയാണ്, അല്ലേ? ടീച്ചർക്ക് ഒരു ലഹരിയാണ് കേട്ടോ. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ ഒരു ലഹരിയാണ്, ചെറുപ്പം തൊട്ടേ ലഹരിയാണ്. ഇന്നത്തെ ലഹരിയിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് വളരെ 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 ലഹരിയുള്ള ഒന്നാണ് ഈ പുസ്തകം വായിക്കുന്നത്. ഒരുപാട് നമുക്ക് ചിന്തകൾക്ക് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകൾ വളരും, സ്വപ്നങ്ങൾ വളരും. നമ്മുടെ സ്വപ്നങ്ങൾ പൂവിടാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തരുന്നത് പുസ്തകങ്ങളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാവർക്കും ഒരു ഫോണുണ്ട്, അല്ലേ? ഫോൺ എല്ലാവരും യൂസ് ചെയ്യില്ലേ? എല്ലാവരും യൂസ് ചെയ്യും ഫോൺ. ആ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? വായനയൊന്നല്ല, ഫോണൊരു ലഹരിയാണ്, അല്ലേ? ചിലർക്കൊക്കെ ഫോണിന് വേണ്ടി തല്ലുകൂടാറുണ്ട്. വീട്ടിൽ ചോറുണ്ടാണ്ടിരുന്നിട്ടുണ്ട്, അമ്മയായിട്ട് വഴക്ക് പിടിച്ചിട്ടുണ്ട്. നോന്നൊന്നും പറയണ്ട, എൻ്റെ വീട്ടിലുണ്ട് കുട്ടികൾ. ഫോണൊരു ലഹരിയാവരുത്. ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? കുറച്ച് വിവരങ്ങൾ, അല്ലേ? ഇപ്പം നാളെ മഴ പെയ്യും, യെല്ലോ അലർട്ടാണ്, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് വിവരങ്ങൾ. ആ വിവരങ്ങളാണ് നമുക്ക് ഫോണിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ പുസ്തകത്തിൽ നിന്ന് എന്താ കിട്ടുക? അറിവ് കിട്ടും, അല്ലേ? പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പഠിച്ച വിഷയങ്ങൾ പരീക്ഷയ്ക്ക് സുന്ദരമായിട്ട് എഴുതാൻ പറ്റുന്നത്. ഫോണിലത്തെ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റണ്ട. അത് നമ്മളിങ്ങനെ കണ്ടു മറന്ന് ഇങ്ങനെ പോവല്ലേ, അല്ലേ? ആ തലാട്ട് ഫോണിൽ ഇന്ന് കണ്ടതാവില്ല നാളെ കാണാം. 10 ദിവസം കഴിഞ്ഞിട്ട് ഫോണിൽ 10 ദിവസം മുമ്പ് എന്താ കണ്ടതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും, അല്ലേ? അതേസമയം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലോ, നിങ്ങൾ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ടോ? വായിക്കാന്ന് പറയരുത്, വായിക്കണം. ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ എത്രയും പെട്ടെന്ന് പാത്തുമ്മയുടെ ആട് എന്നുള്ള പുസ്തകം കണ്ടെത്തി വായിക്കണം. ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? അറിവിനോടൊപ്പം വേറൊരു കാര്യം കൂടി കിട്ടും. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് ചിരിയുടെ ഒരു ലോകത്തേക്ക് എത്തുകയാണ്. പിന്നെയും ഇങ്ങനെ വായിക്കാൻ തോന്നുന്ന ആ പുസ്തകം. ഇന്ന് തന്നെ പോയിട്ട് പാത്തുമ്മയുടെ ആട് എവിടെ കിട്ടുക എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി വായിക്കണം കേട്ടോ. അങ്ങനെ ടീച്ചർ കുറേ അന്വേഷിച്ചു നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാനായിട്ട്. പക്ഷേ ഇതിനു മുമ്പ് പല സ്കൂളുകളിലേക്കും ടീച്ചർ പുസ്തകങ്ങൾ കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അത് പോയി തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ പുസ്തകം വായിക്കണം. അത് നമ്മളെ ചിരിച്ച് നമ്മുടെ മനസ്സിലെ ടെൻഷനൊക്കെ മാറ്റും. അതേസമയം നിങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നോവൽ വായിച്ചിട്ടുണ്ടാവും. അതിൽ വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതൊന്നും ഞങ്ങൾ അനുഭവിച്ചിരുന്ന പണ്ടത്തെ ഒരു ലോകം അത് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നോവൽ വായിക്കണം. ആ പണ്ടത്തെ ഒരു ഗ്രാമഭംഗി, അത് പാലക്കാടാണ്. ആ ഖസാക്കിൻ്റെ ഇതിഹാസങ്ങൾ എന്ന നോവലിൻ്റെ പശ്ചാത്തലം മുഴുവൻ കിടക്കുന്നത്. OV വിജയൻ്റെ നോവലാണത്. അവിടെ ഇപ്പോൾ ചെന്നാൽ അന്നത്തെ കഥാപാത്രങ്ങൾ, അവർ താമസിച്ചിരുന്ന വീടുകൾ, അവിടുത്തെ വയലുകൾ, എല്ലാ സംഭവങ്ങളും നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. ടീച്ചറുടെ ഒരു ചിത്രകാരിയും കൂടിയാണ്. പറയാൻ കാരണം, ഞങ്ങൾ ഒരു നവനീത ആർട്ട് ഫൗണ്ടേഷൻ എന്നിട്ടൊരു ചിത്രകല ഗ്രൂപ്പ് ഉണ്ട് ടീച്ചർ ക്രിയേറ്റ് ചെയ്തതാണത്. 50-ൽ പരം ആളുകൾ അതിൽ ഉണ്ട്, ആക്റ്റീവായിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ അവിടുത്തെ അജയൻ സാറ് ഞങ്ങളെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് നിങ്ങളൊരു ക്യാമ്പ് ചെയ്യണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 50-ലധികം പേര് അവിടെ പോയി ഒരു ക്യാമ്പ് ചെയ്തു. അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വരച്ചെടുത്തു. അപ്പം നമ്മൾ ആ നോവല് വായിക്കുമ്പോൾ കണ്ടിരുന്ന അതൊക്കെയാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. MDയുടെ 2-ാം ഊഴം വായിച്ചിട്ടുണ്ടാവും. അത് വായിച്ചു കഴിഞ്ഞാൽ ആ ഭീമസേനൻ്റെ ആ വിഷമമുണ്ടല്ലോ, ആ സങ്കടം ശരിക്കും നമ്മൾ ആ വായനയിലൂടെ നമ്മുടെ മനസ്സും കരയും, കണ്ണും നനയും. ഭയങ്കര ഒരു സംഭവമുള്ള. അതുപോലെ കാടിൻ്റെ പശ്ചാത്തലമൊക്കെ ഉണ്ട് ആ നോവലിൽ. ഈ നോവലുകളിലൂടെ നമുക്ക് എത്രയോ യാത്ര
യാത്രകൾ ചെയ്യാന്നറിയോ? യാത്രാ വിവരണങ്ങളുണ്ട് അല്ലേ? 10 പൈസ ചെലവില്ലാണ്ട് ഇപ്പൊ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്കൊന്നും പൈസ വേണ്ടെന്ന് പറയണേ അല്ലേ? പൈസ ഇല്ലാണ്ട് എവിടേക്ക് പോവാന്ന് പറയണേ. 10 പൈസ ചെലവില്ലാണ്ട് നമുക്ക് എവിടെ, റഷ്യ, അമേരിക്ക, കാനഡ, എവിടെ വേണമെങ്കിലും, ഹിമാലയം, കൈലാസത്തിൽ വരെ നമുക്ക് പൈസ ഇല്ലാണ്ട് ഈ പുസ്തകങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. ആ യാത്ര എന്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നില്ല? പുസ്തകങ്ങളിലൂടെ നമുക്ക് 10 പൈസ നമുക്ക് ചെലവില്ലാണ്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുന്നത്. നമ്മുടെ ഇമാജിനേഷനിലൂടെയാണ് നമ്മൾ. ഇപ്പം ആ ഒരു കഥയിൽ ആ പെൺകുട്ടി ട്രെയിനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. തൊട്ടപ്പുറത്ത് വയലുകളും കുറച്ച് കഴിഞ്ഞപ്പോൾ കാടുകളും. നിങ്ങളുടെ മനസ്സിലപ്പോൾ അത് വന്നൂലേ? ഒരു ട്രെയിൻ ഇങ്ങനെ പോണു, അപ്പം അവിടെ കുറേ വയലുകൾ വരുന്നുണ്ട്, പിന്നെ കാട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഇമാജിനേഷൻ വന്നൂലേ? ആ ഇമാജിനേഷനാണ് നമ്മളുടെ ഈ അറിവിനെ വർദ്ധിപ്പിക്കുന്നത്. ആ ഇമാജിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ IAS വരെ എത്തിയിരിക്കുന്നത്. നമ്മൾ പഠിക്കും തോറും, നമ്മുടെ അറിവ് നേടും തോറും നമ്മളുടെ തലച്ചോറ് വികസിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു വ്യക്തിയുടെ തലച്ചോറിന് 2 ഭാഗങ്ങളുണ്ട്. അത് കേട്ടിട്ടുണ്ട്? 2 ഭാഗമുണ്ട്. ആ 2 ഭാഗത്തിന് 2 കഴിവുകളുണ്ട്. ഒരു ഭാഗം വായനയ്ക്കായിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അറിവിനാണ്. ഡാൻസ് കളിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു ഭാഗത്ത് അല്ലേ? അപ്പോൾ ആ 2 കൂടി ചേർന്ന് പോവാനാണ് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പും അതുപോലെ യുവജനോത്സവവും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുന്നത്. കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്ന് ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴേക്കും ഒരു IAS ഇവിടുന്ന് IAS പാസ്സായിട്ട് വരണം. അതിനാണ് നമ്മുടെ ആദ്യത്തെ ചുവടാണ് പുസ്തകം. ായി സ്നേഹത്തോടെ ശ്രീമതി അനിത ടീച്ചറെ ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി പ്രിൻസിപ്പൽ ശ്രീ ജീസൺ സാറിനെയും അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ജോൺസൺ സാറിനെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ലൈബ്രറിയിലേക്ക് 10-ൽ കൂടുതൽ പുസ്തകങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച 5ാം ക്ലാസ്സിലെ ആദിശ്രീ സോജനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി പ്രിൻസിപ്പൽ ജീസൺ സാറിനെയും വൈസ് പ്രിൻസിപ്പൽ വിൽഫി മേവിനെയും ക്ഷണിക്കുന്നു. ആദിശ്രീ ചെയ്തതുപോലെ എല്ലാ കുട്ടികൾക്കും പുസ്തകം സംഭാവന ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ആദിശ്രീ. ഇഷ്ടപ്പെട്ടി തുറന്നാലോ? എന്താണ് ഇഷ്ടപ്പെട്ടി എന്നല്ലേ? അതായത് ഇന്നു മുതൽ നമ്മുടെ സ്കൂളിൽ ഒരു ഇഷ്ടപ്പെട്ടി സ്ഥാപിക്കുകയാണ്. കുട്ടികൾക്കോ അധ്യാപകർക്കോ എന്ന് വേണ്ട ആർക്കു വേണമെങ്കിലും ആ ഇഷ്ടപ്പെട്ടിയിൽ പഠനോപകരണങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടിയിൽ സാധനങ്ങൾ നിറയ്ക്കുന്നതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നു.
ഡ്രാമ കോർഡിനേറ്റർ ശ്രീ രതീഷ് സാറിനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഹായ്. ബഹുമാനപ്പെട്ട അനിത ടീച്ചർ, ജീസൻ സർ, മാസ്റ്റർ സംസാരിക്കുന്നടക്കം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായനാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് അനിത ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വായിക്കേണ്ട പ്രശസ്തികളെക്കുറിച്ച്, വായിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എനിക്കൊന്ന് ഞാനും ടീച്ചറും ലഹരിക്കെതിരെ പോരാടുന്ന വ്യക്തികളായതുകൊണ്ട് ടീച്ചർ കൂടുതൽ ലഹരി കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നല്ല പാഠം എന്താണെന്ന് മനസ്സിലാക്കാം അല്ലേ? എന്താണ് നല്ല പാഠം എന്നറിയോ? നല്ല പാഠം, നല്ലത് പഠിക്കാനുള്ള അവസരമാണ്. നാട്, നന്മ, ആരോഗ്യം, ഇതാണ് നല്ല പാഠത്തിൻ്റെ 3 മുദ്രാവാക്യം. നല്ല നാട്, നന്മയുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം. ഇത് നിങ്ങൾക്ക് വേണ്ടേ? വേണോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നാടിനെ സൃഷ്ടിക്കുക, ആ നാടിനു വേണ്ടി ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ഇതൊക്കെ തന്നെയാണ് നല്ല പാഠത്തിൽ നമ്മൾ ചെയ്യുന്നത്. ടീച്ചറെ പറഞ്ഞു, കുന്നോളം മോഹിച്ചോളൂ കുന്നിക്കുരോളം കിട്ടുന്നത്. ഞാനത് കുറച്ച് മാറ്റുകയാണ്. ആകാശത്തോളം മോഹിച്ചോളൂ കുന്നോളം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ വെറുതെ മോഹിച്ചാൽ പോരാ, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണണം. എന്നിട്ട് വെറുതെ സ്വപ്നം കണ്ടാൽ മതിയോ? അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞതല്ല, ആര് പറഞ്ഞതെന്നറിയോ? അറിയോ? ആരാ? APJ അബ്ദുൽ കലാം പറഞ്ഞതാണ്. ഈ സെന്റ് ജോൺസ് സ്കൂളിലെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളാണ്. സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, ബോധവൽക്കരണം, ഗതാഗത നിയമങ്ങളുടെ ബോധവൽക്കരണം, ലഹരി വിരുദ്ധ പ്രവർത്തനം, പഠന സഹായ വിതരണം, ചികിത്സാ സഹായം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ ഭാഷാ വാരാചരണം, പരിസ്ഥിതി സംരക്ഷണം, ഇതൊക്കെ തന്നെയാണ് നല്ല പാഠത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ടീച്ചർ മാഷും അനിത ടീച്ചറൊക്കെ ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ സ്കൂളിൽ അത് പുതിയതായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ ഇത് ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെയ്യോ? ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തെ മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഹലോ, ഇവിടെ ശ്രദ്ധിക്കൂ. ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നാവും. ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നാവും. ഒരു സമൂഹം നന്നായാൽ ഒരു നാട് നന്നാവും. ഒരു നാട് നന്നായാൽ ഒരു രാജ്യം നന്നാവും. അപ്പൊ അതിനാദ്യം എന്ത് വേണം? ഒരു വ്യക്തി നന്നാവണം, അല്ലേ? ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു കൂട്ടം വ്യക്തികളായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? പക്ഷെ അതിനെന്ത് വേണം? ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെറിയ വിരലെങ്കിലും അനക്കാൻ കഴിയുമെങ്കിൽ നമ്മളത് അനക്കണം. ഞാനൊരു 5 വർഷം മുമ്പ് സമൂഹത്തില് ലഹരിക്കെതിരെ ഒരു പോരാട്ടം ആരംഭിച്ചു. അപ്പൊ എല്ലായിടത്തും പോയി ക്ലാസ് എടുക്കലായിരുന്നു ആദ്യം പരിപാടി. അപ്പൊ ക്ലാസ് എടുത്ത ആൾക്കാർക്കൊക്കെ ബോറടിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക്. അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട്, വീട്ടിൽ അച്ഛനമ്മയും ക്ലാസ് എടുക്കുന്നുണ്ട്, വഴി കൂടെ പോകണം വരണമൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനും കൂടി ക്ലാസ് എടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ബോറടിച്ചു. അപ്പൊ ഞാനതൊന്ന് മാറ്റിയിട്ട് ഒരു മോണോ ആക്ടിലൂടെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ അത് വളരെ നന്നായിട്ട് അവർ ഏറ്റെടുത്തു. അതാണ് നേരത്തെ ടീച്ചർ പറഞ്ഞത്, നമ്മൾ കാണുന്നതാണ് ഭംഗി, അല്ലേ? വാഴ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? വാഴ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും, അല്ലേ? അത് നിങ്ങളൊരു ദൃശ്യമായിട്ട് കണ്ടത് കൊണ്ടാണ്. നിങ്ങളത് വായിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും? വാഴ സിനിമയുടെ സ്ക്രിപ്റ്റാണ് നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇഷ്ടപ്പെടണം. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഇമാജിൻ വർദ്ധിക്കുകയാണ്. ടീച്ചർ പറഞ്ഞ പോലെ ഒരു വഴിയിലൂടെ പാത്തുമ്മാന്റെ ആടിനെ കുറിച്ച് ചോദിച്ചു. നമ്മുടെ MD വലിയ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്, ഒരു നോവലാണ് പാത്തുമ്മാന്റെ ആട്. അതിൽ പാത്തുമ്മ ആടിനെ കൊണ്ടുവന്നതും പുല്ല് കൊടുക്കുന്ന, മാവിന്റെ ഇല കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആമയുടെ മുയലിന്റെ കഥ കേട്ടിട്ടുണ്ടോ? അതിലെന്താ ഉണ്ടായി? ആമ ജയിച്ചു, മുയൽ ഉറങ്ങിപ്പോയി, അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായെന്ന് അറിയോ? ആ കഥ അവിടെ അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായെന്ന് അറിയോ?
അറിയോ? അറിയുന്നവർക്കും അറിയാത്തവർക്കുമായിട്ട് ഞാൻ ആ കഥ പറയാം. ആമയും മുയലും ഓട്ടപ്പന്തയം നടത്തി. അപ്പൊ അങ്ങനെ മുയൽ ഉറങ്ങിപ്പോയി, ആമ ജയിച്ചു. നമ്മൾക്ക് ആർക്കെങ്കിലും തോൽക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും തോൽക്കാൻ ആഗ്രഹമുണ്ടോ? ജയിക്കാനാണ് ആഗ്രഹം അല്ലേ? അപ്പൊ മുയലിന് തീർച്ചയായിട്ടും ജയിക്കാനല്ലേ ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ മുയൽ ആമയോട് പറഞ്ഞു, ഞാനൊന്ന് ഉറങ്ങിപ്പോയതുകൊണ്ടാ, അല്ലെങ്കിൽ നീ ജയിക്കൊന്നുമില്ല, നാളെ ഒന്നും കൂടി ഓടാം. ഓട്ടോമാറ്റിക്കലി ജയിച്ചു നിൽക്കുന്ന ആൾക്കൊരു ധൈര്യം ഉണ്ടാവും. ഞാൻ ജയിച്ചതല്ലേ, ഇനിയിപ്പോ എന്തായാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഇല്ലേ? അപ്പൊ മുയൽ പറഞ്ഞു, എന്തായാലും ആമ വിചാരിച്ച് നാളെ മുയൽ ഉറങ്ങും, ഞാൻ തന്നെ ജയിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ഓട്ടപ്പന്തയം നടത്തി. അപ്പൊ ഇത്തവണ മുയൽ ഉറങ്ങിയില്ല, മുയൽ ഓടി ഓടി ആമയെ തോൽപ്പിച്ചു. അപ്പൊ ആദ്യം ജയിച്ച ആമ, രണ്ടാമത് ജയിച്ച മുയൽ, രണ്ടുപേർക്കും വാശിയായി. അപ്പൊ അങ്ങനെ അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പറ്റും? അപ്പൊ ആമ പറഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല, നാളെ വീണ്ടും ഓട്ടപ്പന്തയം നടത്തണം. പക്ഷെ ഇപ്രാവശ്യം ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ വഴിയിലൂടെ ആയിരിക്കണം ഓടണം. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഓട്ടം നടക്കുകയാണ്. പക്ഷെ ആമ പറഞ്ഞ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഓടി ഒരു നദി കടന്ന് അപ്പുറത്തെത്തണം. അപ്പൊ മുയൽ ഓടി 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 നദിയുടെ അടുത്തെത്തി. മുയലിന് നദി കിടക്കാൻ പറ്റുമോ? അത്യാവശ്യം ഒഴുക്കൊക്കെ ഉള്ള നദിയാണ്, കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആമ മെല്ലെ 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 വന്ന്, ആമയ്ക്ക് എന്താ വെള്ളത്തിൽ കൂടി സഞ്ചരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ ആമ മെല്ലെ നദി കടന്ന് അപ്പുറത്തെത്തി. അപ്പൊ അത് കാട്ടിൽ വലിയ ചർച്ച. കാരണം ആമ ഓടണം, മുയൽ ഓടണം, ആമ ജയിക്കണം, മുയൽ ജയിക്കണം. അപ്പൊ കാട്ടിൽ ഇതിലും വലിയ ഓട്ടക്കാരുണ്ട് ഇല്ലേ? ഇല്ലേ? ചീറ്റുണ്ട്, പിന്നെ വേറെ മുയൽ ആമയേക്കാൾ സ്പീഡ് ഓടുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട് അല്ലേ? അപ്പൊ അവിടുത്തെ രാജാവ് ആരാ? രാജാവ് എന്തുകൊണ്ടായിരിക്കും സിംഹം കട്ട രാജാവായിട്ടുള്ളത്? ബാക്കി ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ ഇല്ലേ? എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും? എനിക്ക് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തുവേണ്ടി പറഞ്ഞു? നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞു പറയണം, അതാണ് കാര്യം. ശക്തിമാനായ ആളാണ് സിംഹം എന്നാണ് പറയുന്നത്. സിംഹത്തിനൊക്കെ ശക്തിയുള്ള മൃഗങ്ങളില്ല, ആനയ്ക്കൊക്കെ സിംഹത്തിനൊക്കെ ശക്തിയുണ്ട്. പക്ഷെ എന്നാലും എന്തായിരിക്കും? എന്താണ്? ബുദ്ധിയാണോ? പല്ലോ? പല്ലൊക്കെ എല്ലാ മൃഗങ്ങൾക്കും ഒരുപോലെയാണ്. ഒറ്റ കാര്യമുള്ളൂ, ആരും പേടിയില്ല, എല്ലാ മൃഗങ്ങൾക്കും ആരും പേടിയില്ല. എന്തുകൊണ്ടായിരിക്കും? ഏതാ? അതോ അന്ത് വിചാരിച്ചാലും കൊന്നിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാ മൃഗങ്ങളും വേട്ടയാടിയിട്ടാണ് ജീവിക്കുന്നത്. വേറെ എന്തായിരിക്കും? ധൈര്യം എല്ലാത്തിനുണ്ട്, നമുക്കൊക്കെ ധൈര്യമില്ലേ? ഐഡിയ ഉണ്ടാ? ഞാൻ പറയട്ടെ, ആറ്റിറ്റ്യൂഡാണ്. പറഞ്ഞോ? പറഞ്ഞു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. ആൾക്കൊരു നല്ല ഐഡിയ ഉണ്ട്, നല്ല ഐഡിയ ഉണ്ട്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. എന്തായിരിക്കും ആറ്റിറ്റ്യൂഡ്? എന്തായിരിക്കും സുഖത്തിന്റെ ആറ്റിറ്റ്യൂഡ്? അതിന്റെ ഐഡിയ, സുഖത്തിന് ഒറ്റ ആറ്റിറ്റ്യൂഡേ ഉള്ളൂ, ഐ ആം ദ ബെസ്റ്റ്. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഞാനാണ്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും ഈ ലോകത്ത് കഴിയില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ടാണ് സിംഹം അറ്റാക്ക് ചെയ്യാറ്. സിംഹത്തെ ഇങ്ങോട്ടല്ല, സിംഹം അങ്ങോട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അതാണ് ആറ്റിറ്റ്യൂഡ് വേണ്ടത്. ഐ ആം ദ ബെസ്റ്റ്. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ബെസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അസൂയോ ഇഷ്ടമോ കുശുമ്പോ ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ബെസ്റ്റാണ്, നിങ്ങൾക്ക് മുകളിൽ ഒരാളില്ല. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അഹങ്കാരം ഉണ്ടാവരുത്. അപ്പൊ അങ്ങനെ നമ്മുടെ രാജാവായ സിംഹത്തിന്റെ അടുത്ത് നിന്നിട്ട് എല്ലാ മൃഗങ്ങളും അങ്ങനെ പരാതി പറയാണ്, ആമ ഓടണം, മുയലോടണം, ആമ ജയിക്കണം, ഇതൊന്നും ശരിയാവില്ല, നടക്കില്ല പറയണം. അപ്പൊ ആമേനെയും മുയലിനെയും സിംഹം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓടണൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ഒന്നും നടക്കില്ല, നാളെ ഈ നിൽക്കുന്ന മൃഗങ്ങളെയൊക്കെ നിങ്ങൾ ഓടി തോൽപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ പെട്ടു അല്ലെ? അവന്റെ സിനിമയിൽ പറഞ്ഞ പോലെ ജംഗു ഞാൻ പെട്ടു എന്ന് പറഞ്ഞ പോലെ ഇവര് പെട്ടു. എന്ത് ചെയ്യും? അപ്പൊ സിംഹം പറഞ്ഞു, എന്തായാലും തോൽപ്പിച്ചേ പറ്റൂല, ഈ തക്കതായ ശിക്ഷ നൽകുന്നു പറഞ്ഞു. പിറ്റേ ദിവസം മുയലും ആമയും കൂടി കുറെ പ്ലാനൊക്കെ ചെയ്തിട്ട് അവര് സിംഹത്തിനോട് പറഞ്ഞു, ശരി, ഞങ്ങൾ ഓടാൻ തയ്യാറാണ്, ഞങ്ങൾ രണ്ടാളും സംയുക്തമാണ് മത്സരിക്കുന്നത്, നിങ്ങൾ വേറെ മത്സരിച്ചു, പക്ഷെ ഞങ്ങൾ പറയുന്ന വഴിയിൽ കൂടെ ആയിരിക്കും ഓട്ട മത്സരം. അങ്ങനെ പിറ്റേ ദിവസം ഓട്ട മത്സരം നടക്കുന്നു.
മുയൽ ആമേനെ പുറത്തിട്ട് കൊണ്ട് ഓടുന്നു, മറ്റുള്ള മൃഗങ്ങൾ ഓടുന്നു. അങ്ങനെ ഓടി 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 നമ്മുടെ എവിടെ എത്തി? നദിയുടെ പക്കത്തെത്തി. നദി കടന്ന് അപ്പുറത്തെത്തിയാലേ മത്സരം ജയിക്കാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും പറ്റുമോ? ആമ മെല്ലെ, മുയൽ ആമയും കൂടി അവിടെ എത്തുന്നു. ആമ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. മുയലിനെ ആമയുടെ പുറത്ത് വെച്ചുകൊണ്ട് അപ്പുറത്ത് കടന്ന് മത്സരം ജയിക്കുന്നു. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ എന്ത് പ്രതിസന്ധികളെയും നേരിടാൻ കഴിയും. അതിനെന്തായിരിക്കണം? നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം. വേണ്ടേ? നല്ല പാഠം പറയുന്നത് അതൊക്കെ തന്നെ. നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് സമൂഹത്തില് നന്മയുള്ള മനുഷ്യരായി ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നല്ല പാഠം പറയുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കാര്യം ടീച്ചർ പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? ഒന്നായാൽ നന്നാവാം, നന്നാവാൻ ഒന്നാവാം. കേട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ ബെസ്റ്റ് ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ബെസ്റ്റ് ആണെന്ന്? ആണോ? അപ്പൊ ഞാൻ പറയാണ്, ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയണം. ഈ സ്കൂൾ മൊത്തം അപ്പുറത്തുള്ളവരൊക്കെ കേൾക്കണം. പറ്റുമോ? ശരി, റെഡി? 1 2 3. വെരി ഗുഡ്. അപ്പോ കുഞ്ഞിന് മാഷ് പറഞ്ഞ കാര്യം നമുക്കൊന്ന് പറയാം അല്ലേ? ഞാൻ പറയണ പോലെ പറയോ? എല്ലാരും നെഞ്ചുക്കോ. ഞാൻ പറയണ പോലെ പറയണം കേട്ടോ. ഒന്നെങ്ങനെ എഴുതണം, ഒന്നെങ്ങനെ എഴുതണം, ഇങ്ങനെ 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 എഴുതുമ്പോ എന്താ പ്രത്യേകത? സ്ട്രൈറ്റ് ആണല്ലേ, വളവും തിരിവൊന്നുമില്ല. ഒന്നായാൽ നന്നാവാം, നന്നാവാൻ ഒന്നാവാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒന്നാവുക, നന്നാവുക, നല്ല സമൂഹത്തെ, നല്ല രാജ്യത്തിന്റെ പൗരന്മാരാവുക. ഈ നല്ല പാഠ പദ്ധതി അതിനുവേണ്ടി ഒരു കാരണമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച രാജമാഷുണ്ട്, ഞങ്ങളെ മനോരമയുടെ സ്കൂളിന് മാസത്തെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അനധികൃത കടത്തും സമൂഹത്തിൽ വരുത്തുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിനായി സ്കൂൾ ലീഡർ നവൽ തേജസിനെ ക്ഷണിക്കുന്നു. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നന്ദി നവൽ. അടുത്തതായി നന്ദി പ്രകടിപ്പിക്കുന്നതിനായി മലയാളം അധ്യാപികയും നല്ല പാഠം കോർഡിനേറ്ററുമായ ശ്രീമതി ഉമ എസിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ നല്ല പാഠം പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ആ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും തൻ്റെ സാന്നിധ്യം കൊണ്ട് പരിപാടിക്ക് കൂടുതൽ മികവ് പകരുകയും ചെയ്ത എഴുത്തുകാരിയും ചിത്രകാരിയുമായ മിസ്സിസ് അനിത വർമ്മയ്ക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. നന്ദി മാം.
പരിപാടിയുടെ ആസൂത്രണത്തിലും ഒരുക്കങ്ങളിലും നടത്തിപ്പിലും അശ്രാന്തമായി പ്രവർത്തിച്ച നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ ജീസൺ സണ്ണി സാറിനും അതുപോലെ വൈസ് പ്രിൻസിപ്പൽ മിസ്സിസ് വിൽഫി തോമസ് അവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ പരിപാടിയായ നല്ല പാഠം പദ്ധതിക്ക് നല്ല സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന മനോരമ കോർഡിനേറ്റേഴ്സ് മിസ്റ്റർ രതീഷ് സാറിനും മിസ്റ്റർ രാജൻ സാറിനും സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി അറിയിക്കും. പരിപാടിയുടെ ക്രമീകരണങ്ങൾക്കും നടത്തിപ്പിലും ആവശ്യമായ സഹായങ്ങൾ നൽകിയ നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ മിസ്റ്റർ ജോൺസൺ സാറിനും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ യഥാർത്ഥ ശക്തിയായ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിൽ മനോഹരമായി സഹകരിച്ച എല്ലാ അധ്യാപകർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും സ്നേഹവും തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. ഔദ്യോഗിക പരിപാടിയും അവസാനിക്കുന്നത് ദേശീയ ഗാനത്തോടെയാണ്. ദേശീയ ഗാനത്തിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു.